എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മാൻ മെയ്ഡ് തിങ്കിങ് പവർ എന്നാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്തിനാണ് ഒരു മാൻ മെയ്ഡ് തിങ്കിങ് പവർ? ഇപ്പോൾ നമ്മൾ US ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ്, അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ നേഴ്സിൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന റോബോട്ട്, അതായത് അവർ തന്നെ തിങ്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഇന്നത് ചെയ്യണം എന്നാണ് ആ ഒരു അവരുടെ എന്താണോ സിസ്റ്റം അല്ലെങ്കിൽ എന്താണോ മെഷീൻ, അതൊരു കാറാവട്ടെ റോബോട്ടാവട്ടെ എന്താവട്ടെ, അത് സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് ഇന്ന് അത്ര അങ്ങോട്ട് പോപ്പുലർ ആയിട്ടില്ല അത്തരം ഐറ്റംസ്. പക്ഷേ ഭാവിയിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിനെ എടുത്താൽ അറിയാം എന്താ യൂട്യൂബിൽ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിലുള്ള യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലും ഈ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ CS കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടോപ്പിക്കുകൾ വീഡിയോസൊക്കെ ആയിരിക്കും വരിക. വേറെ ആളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അകത്ത് ഫുള്ള് ന്യൂസ്, ഏഷ്യനെറ്റ് ന്യൂസ്, പിന്നെ മനോരമ ന്യൂസ്, മീഡിയ വൺ, അങ്ങനെ ഒരു ന്യൂസ് ചാനലുകളായിരിക്കും കൂടുതൽ വരിക, കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ചും. പിന്നെ ചില ആളുകൾ നോക്കുമ്പോൾ കുക്കിംഗ് വീഡിയോസാണ് കൂടുതൽ വരിക, ചില ആളുകളുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസ്, ചില ആളുകളുടെ ഓൺലി ബിസിനസ് വീഡിയോസ്. കാരണം അതായത് എനിക്ക് ഇൻട്രസ്റ്റ് എന്താണോ അത്തരം വീഡിയോസാണ് നമ്മളുടെ ഫോണിൽ കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവിടെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. യൂട്യൂബ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്, AI അൽഗോരിതം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മുടെ മുന്നിൽ വരുന്നത്. കാരണം അത്രയും വീഡിയോസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ വരുന്നത് എനിക്ക് താല്പര്യമുള്ള വീഡിയോസാണ്. വേറെ ആളുടെ ഫോണിൽ നോക്കുമ്പോൾ നമുക്കൊന്നും ഏതെന്താ ഒന്നും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലല്ലോ അവരുടെ ഫോണിൽ നോക്കും നമുക്ക് തോന്നും. കാരണം എന്താണ്, അത് അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അവിടെ വരുന്നത്. ചെറിയ മക്കളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ മൊത്തം കാർട്ടൂൺസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് കാരണം എന്താ വെച്ചാൽ ഓരോ ആ സിസ്റ്റത്തിൽ എന്താണോ കൂടുതൽ ഫോക്കസ് ആവുന്നത് അത്തരം വീഡിയോസാണ് അതിനകത്തേക്ക് വരിക. നമ്മളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രത്യേകത കിടക്കുന്നത് എന്ന് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. In today's world, technology is growing very fast and we are getting in touch with different new technologies day by day. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ടെക്നോളജി എന്ന് പറയുന്നത് എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് അത് ഗ്രോയിങ് നടക്കുന്നത്. ഓരോ ടെക്നോളജീസും പുതിയത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതും ഇന്നിപ്പോൾ നമ്മൾ കുറേ ബുക്സൊക്കെ വായിച്ച് ടെക്നോളജിനെ കുറിച്ച് കുറേ ഐഡിയ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് നോക്കുമ്പോഴേക്ക് നമ്മൾ കുറേ ബാക്കിലായിട്ടുണ്ടാവും. കാരണം പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ടാണ് ടെക്നോളജി ഇന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Here one of the booming technologies of computer science is artificial intelligence, which is ready to create a new revolution in the world by making intelligent machines. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉദ്ദേശം? എന്താണ്? ഇൻ്റലിജൻറ്റ് മെഷീൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ നമുക്ക് അത്രയും സ്കോപ്പ് വരാൻ പോകുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇന്നും അത്രയും ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ റെവല്യൂഷനായിട്ട് തന്നെ മാറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് മെഷീൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു മെഷീൻ എന്തായിരിക്കും? ഇൻ്റലിജൻ്റ് ആയിരിക്കും. സോ അതിന് തന്നെ സ്വയം എന്ത് കേസ് വരുമ്പോഴും സോൾവ് ചെയ്യാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതേപോലെ നേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന റോബോട്ട്സ് എക്സെട്ര. ഓക്കെ, the artificial intelligence is now all around us. It is currently working with a variety of subfields ranging from general to specific, such as self-driving cars, playing chess, proving theorems, playing music and painting, etc. ഇന്നും നമുക്ക് ചുറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാർസൊക്കെ നമ്മളിപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതേപോലെ നേഴ്സിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന റോബോട്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ചെയ്യുമ്പോൾ സ്വയം അവരെല്ലാ സ്റ്റേജുകളും അവർ തന്നെ ഇൻ്റലിജൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ പ്ലേയിങ് ചെസ്സ്, തിയറംസ് പ്രൂവ് ചെയ്യുന്ന മെഷീൻസ്, അതേപോലെ തന്നെ മ്യൂസിക് പ്ലേയിങ്, അതേപോലെ തന്നെ പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തിയറംസ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അൽഗോരിതംസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കൺസെപ്റ്റുകൾ വരുന്നത്. ഭാവിയിൽ നമുക്കിനിയും ഒരുപാട് സ്കോപ്പുള്ള ഒരു കാര്യമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാം. അപ്പോൾ എനിക്ക് പിൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. അതായത് എൻ്റെ യൂട്യൂബിൽ എനിക്ക് പിന്ന് വന്നിട്ടുണ്ട് പോസ്റ്റ് വഴി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വെരിഫൈ ചെയ്ത് കൊടുക്കണം ആഡ്സെൻസിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെയ്യാമെന്ന് കരുതി, നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സിസ്റ്റം എടുത്ത് നമുക്ക് ഈ തിരക്ക് പിടിച്ച ഒരു ഇതിനിടയിൽ ആ സിസ്റ്റം എടുത്തൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പകരം എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, ഇറ്റ് ക്യാൻ ഡു ബൈ ഇറ്റ് സെൽഫ്. എന്താ ബെനിഫിറ്റ്? അവിടെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. നമുക്ക് നമ്മളുടെ ബിസി ലൈഫിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള വർക്കുകളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയും യൂസ്ഫുള്ളായ കേസുകളാണ് നമ്മൾ ഈ ഒരു ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും.
AI is one of the fascinating and universal field of computer science which has a great scope in future. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമുക്കുള്ളതിനേക്കാൾ ഫ്യൂച്ചറിൽ എത്രയോ സ്കോപ്പുകൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. AI hold a tendency to cause a machine to work as a human. ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുവോ അതുപോലെ ഒരു മെഷീന് ചിന്തിച്ച് പ്രവർത്തിച്ചു കൂടെ എന്നുള്ളിടത്ത് നിന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉദയം കിടക്കുന്നത്. Artificial intelligence is composed of two words, artificial and intelligence. Artificial defines man-made, intelligence defines thinking power. So AI എന്താണ്? A man-made thinking power എന്നാണ് artificial intelligence കൊണ്ട് മീൻ ചെയ്യുന്നത്. Artificial intelligence exists when a machine can have human-based skills such as learning, reasoning and solving problems. അതായത് ഒരു ഹ്യൂമൻ ഉള്ള സ്കില്ലുകളായിട്ടുള്ള ലേണിങ്ങും റീസണിങ്ങും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുകളൊക്കെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. With artificial intelligence, you do not need to pre-program a machine to do some work. Despite that, you can create a machine with programmed algorithms which can work with own intelligence, and that is awesomeness of AI. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു മെഷീനിൽ പ്രീപ്രോഗ്രാം ചെയ്ത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 1 by 1 ആയിട്ട് മാനുവലി ചെയ്ത് കൊടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ഒരു വാഷിംഗ് മെഷീൻ തന്നെ അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഉള്ള മാറ്റം നമുക്കറിയാം. മാനുവൽ ആണെങ്കിൽ നമ്മൾ ഓൾ ദി ടൈം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ നടക്കണം. എന്നാൽ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആകുമ്പോഴേക്ക് ഓണാക്കിയിട്ട് എന്താ വെച്ചോ വാട്ടർ ലെവലൊക്കെ ഒന്ന് സെറ്റാക്കി പോയി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ നമുക്ക് ആ ഒരു ടാസ്ക്കാണ് അവിടെ കുറയുന്നത്. അങ്ങനെ നമ്മുടെ ലൈഫിലുള്ള എല്ലാ ടാസ്കുകളും നമുക്ക് ഈസി ആക്കി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ ലൈഫിലേക്കും കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ഓൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോൾസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, പിന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഒക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്, പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മളുടെ ചുറ്റും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ സെൽഫ് ഡ്രൈവിംഗ് കാറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അത് നമ്മുടെ ലോകത്തുണ്ട്, നമുക്ക് ചുറ്റും ഉള്ള ഓരോ കൺസെപ്റ്റുകളാണ് അതൊക്കെ. അതേപോലെ മുന്നേ കൊറോണ ടൈമിലോ ഒക്കെ റോബോട്ടുകൾ നേഴ്സിംഗ് ഡ്യൂട്ടി ചെയ്യുന്നത്, അതൊക്കെയാണ് ഒരു ലിമിറ്റ് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അതേപോലെ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് അതൊക്കെ. അതേപോലെ യൂട്യൂബിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്ലൈഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ഫ്യൂച്ചറിൽ അത്രയും അതിന് സ്കോപ്പ് കിടക്കുന്നുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി നമുക്കറിയാമല്ലോ, ഗ്രോയിങ് ആണ്, ഫാസ്റ്റായിട്ട് ഗ്രോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഗോൾസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.